എല്ലാവർക്കും വന്ദനം. ഒരാഴ്ച ദാനം തന്ന ദൈവം ഈ ആഴ്ച മുഴുവനും പൂർത്തിയാക്കാൻ കൃപ തന്നല്ലോ. അതിനായിട്ട് പ്രത്യേകം കർത്താവിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ജീസസ് എവരിഡേ എന്ന മീറ്റിംഗ് നടത്തുവാനും നിങ്ങളോട് കൂടെ സമയം ചെലവഴിപ്പാനും കർത്താവ് തന്ന എല്ലാ അവസരത്തിനും നന്ദി പറയുന്നു. യേശു നല്ലവൻ. ഞങ്ങൾക്ക് നല്ല ശ്രോതാക്കളെ തന്നു, നല്ല കുടുംബങ്ങളെ തന്നു, അഭിനന്ദിക്കുന്നവരെ തന്നു, പ്രോത്സാഹിപ്പിക്കുന്നവരെ തന്നു, കൈത്താങ്ങൽ തരുന്നവരെ തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇന്ന് ഞാനൊരു ചിന്ത നിങ്ങളോട് പറയുന്നത്, വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ചുറ്റുപാടിനെയും നാം വീക്ഷിക്കണം. എന്താണ്? വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ചുറ്റുപാടിനെ വീക്ഷിക്കണം. എന്തിനോട് അടുത്തിരിക്കണം, എന്തിനോട് അകന്നിരിക്കണമെന്ന് നാം പഠിക്കണം. ഈ പഴക്കടകളിൽ രാവിലെ ചെല്ലുമ്പോൾ കാണാം, കട തുറന്ന് അവരാദ്യം ചെയ്യുന്ന കാര്യമുണ്ട്. അവർ രാത്രികളിലും ചിലർ ചെയ്യും, ചിലർ രാവിലെ ആയിരിക്കും. എനിക്ക് ഫ്രൂട്ട്സ് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തേക്കാൾ കൂടുതൽ ഫ്രൂട്ട്സിന് കൂടുതൽ സമയം അവസരങ്ങൾ കൊടുക്കും. കാരണം അത് നമുക്ക് ദൈവം വെച്ചിരിക്കുന്നതാണൊന്ന്. പേരക്ക, പപ്പായ, ഒത്തിരി വിലയുള്ള ഫ്രൂട്ട്സ് ഒന്നുമല്ല. പേരക്ക, പപ്പായക്കൊക്കെ 40 രൂപയൊക്കെ വിലയുള്ളൂ. പേരക്ക നമുക്ക് ഒരു 75 രൂപക്കൊക്കെ കിട്ടും. പ്രത്യേകിച്ച് ചർച്ചിൽ പലരും ഒക്കെ കൊണ്ടുവന്ന് തരുന്ന മാങ്ങ, പേരക്ക, പപ്പായ, ഇതൊക്കെയാണ് എൻ്റെ പ്രധാന ആഹാരം. വീട്ടിലെ ഭക്ഷണം ചോറൊക്കെ കുറച്ചാക്കി. കാരണം ഇതെല്ലാം കൊളസ്ട്രോളും കാർബോഹൈഡ്രേറ്റും ഒക്കെയാണല്ലോ. എന്നാൽ ഓരോ സീസണിൻ്റെ പഴം, അപ്പോൾ ഈ പഴം ഞാൻ വളരെയധികം ശ്രദ്ധിക്കും. ഏത് മേടിക്കണം, ഏത് മേടിക്കരുത്. ഒത്തിരി അബദ്ധവും പറ്റാറുണ്ട്. അപ്പോൾ ഈ രാത്രിയോ രാവിലെയോ ഒക്കെ കടയിലോട്ട്, ചിലപ്പോൾ കട പൂട്ടാൻ നേരത്തായിരിക്കും ഞാൻ ചെല്ലുന്നത്. അത് പഴം മേടിക്കാൻ ഞാൻ നേരിട്ട് പോകും, ആരെയും വീട്ടിൽ നിന്ന് വിടില്ല. അല്ലെങ്കിൽ രാവിലെ ചെല്ലും, നമുക്ക് സമയമുള്ളത് അപ്പോഴാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ കാണാം, ഈ ചീഞ്ഞതുള്ളത് ആ കൂട്ടത്തിൽ നിന്ന് അവരെടുത്ത് കളയും. കാരണം ചീഞ്ഞതിൻ്റെ അരികിലിരിക്കുന്നത് അതും കേട് തുടങ്ങി ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചീഞ്ഞതിനെ നല്ലതിൻ്റെ കൂട്ടത്തിൽ നിന്ന് മാറ്റിക്കളയും. അങ്ങനൊരു കൈ ആ പഴക്കടക്കാരൻ്റെ കൈയാണ്. ഇതുപോലെ ദൈവം പല ചീഞ്ഞതിനെയും നമ്മുടെ അടുക്കൽ നിന്ന് മാറ്റി. ഇനി നമ്മൾക്ക് സ്വയമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചുറ്റുപാട് നോക്കിയിട്ട് ചീഞ്ഞതിനെ കണ്ടുപിടിക്കണം, ദുർഗന്ധമുള്ളതിനെ കണ്ടുപിടിക്കണം. കേടു പിടിച്ചു തുടങ്ങിയതിനെ നാം വിവേചിക്കണം. എന്നിട്ട് അവിടെ നിന്ന് നാം നന്നായിട്ട് ഫലമുള്ളതായി, രുചിയുള്ളതായി നിലനിൽക്കാൻ അതിൻ്റെ അടുത്തൊന്ന് മാറിക്കൊള്ളണം. ചീഞ്ഞ ആപ്പിളിൻ്റെ അടുത്തിരുന്നാൽ ഉറപ്പാണ് ചീഞ്ഞിരിക്കും. ചീഞ്ഞ പേരക്കയോട് മുട്ടി നിൽക്കുന്ന അടുത്ത പേരക്ക ചീയും. അതുകൊണ്ട് അഴുക്ക് പിടിച്ചതിനും കേടുപിടിച്ചു തുടങ്ങിയതിൻ്റെ അടുത്ത് നിന്ന് പതുക്കെ മാറുക, ഒഴിവാക്കുക. അപ്പോൾ ചിലതൊക്കെ ദൈവം എടുത്ത് കളയും, പഴക്കടക്കാരനെ പോലെ ദൈവം എടുത്ത് കളയും. ചിലത് എന്നല്ല, ഒരു നല്ല ശതമാനം നമ്മൾ അറിഞ്ഞ് മാറിയിരിക്കേണ്ടിടത്ത് മാറിയിരിക്കുക. നമ്മുടെ ചുറ്റുപാട് നോക്കുക. ചീഞ്ഞ വർത്തമാനം കൊണ്ട് വരുന്നവർ, ചീഞ്ഞ മെസ്സേജ് ഇടുന്നവർ, ചീഞ്ഞ ഫോട്ടോ ഇടുന്നവർ, ചീഞ്ഞ തമാശ പറയുന്നവർ, ചീഞ്ഞ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വരുന്നവർ, ദൈവികമല്ലാത്ത, ആത്മനിയോഗമല്ലാത്ത, ലൗകികമായ, ശേഷം മനുഷ്യരുടേതുപോലെ താൽക്കാലികമായതുകൊണ്ട് വരുന്നവരെ വിവേചിച്ചൊഴിയാനുള്ള ഒരു കൃപ കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചിരിക്കണം. കർത്താവ് അതിനുള്ള ബലം, കൃപ നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് റോമ ലേഖനത്തിലെ 7-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 7:14 നമ്മൾ ചിന്തിച്ചു. 15-ാം വാക്യം, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല,
ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. നമുക്ക് ആർക്കും ചീത്ത ചെയ്യാൻ ഇഷ്ടമല്ല, എന്നിട്ടും ചെയ്തു പോകുന്നു. അതിൻ്റെ കാരണം ദൈവം ആദാമിനോട് പറഞ്ഞു, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് ചേരും. തിരുവല്ല, പത്തനംതിട്ട ഏരിയകളിൽ ഒക്കെ ചെന്നാൽ ഒത്തിരി പേരുടെ പേരാണ് പൊടിമോൻ, പൊടിക്കുഞ്ഞ്, പൊടിക്കുഞ്ഞമ്മ. പൊടിയാണെന്ന് ദൈവം ആദാമിനോടത് പറഞ്ഞതാണ്. നീ പൊടിയാണ്, നീ മണ്ണിലേക്ക് ചേരും. എന്നാൽ സൃഷ്ടിച്ച നാളിൽ ആദാം ദൈവത്തെ പോലെയായിരുന്നു. എന്നാൽ അവൻ്റെ സാദൃശ്യം നഷ്ടപ്പെട്ടു, അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. അവൻ പാപം ചെയ്തു, അവൻ്റെ ദൈവകൃപ പോയി, അവൻ്റെ ആത്മാവ് മരിച്ചു. ഇനി അവന് ശരീരമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ ഇന്ന് എൻ്റെ മകനല്ല, ആത്മാവ് മരിച്ചവനാണ്. അതിൻ്റെ അർത്ഥം നീ പൊടിയാകുന്നു. നിന്നെ മണ്ണിൽ നിന്ന് എടുത്തതുകൊണ്ട് മണ്ണിലേക്ക് ചേരും. എന്നിട്ട് ദൈവം ആദാമിനോട് പറഞ്ഞു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ ശപിക്കപ്പെട്ട ഭൂമിയുടെ ഒരു ഭാഗമാണ് ശരീരം. അതുകൊണ്ട് ഈ ശരീരത്തിന് വിജയത്തേക്കാൾ പരാജയമാണ് സാധ്യത, സന്തോഷത്തേക്കാൾ നിരാശയാണ് സാധ്യത, അനുഗ്രഹത്തേക്കാൾ ശാപത്തിനാണ് കൂടുതൽ സാധ്യത. എന്നാൽ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ അതേ ശരീരത്തെ അനുഗ്രഹത്തിൻ്റെ വകയാക്കി മാറ്റുന്നു. ഇതാണ് നമ്മുടെ അസൈൻമെന്റ്. നമുക്കൊരു അസൈൻമെന്റ് ഉണ്ട്. എന്താണ്? നമ്മുടെ ശരീരത്തെ ശാപത്തിൻ്റെ കീഴിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് മാറ്റുക. രോഗം വന്നാൽ അതിനെ ഓവർകം ചെയ്യുക, ശാപത്തിൻ്റെ സാധ്യതകളെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ശരീരത്തെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാക്കുക. അതിനെന്തെല്ലാം നമ്മൾ ചെയ്യാറുണ്ടല്ലേ? രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് ആ ദുർഗന്ധം കളയാനാണ്. രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നത് ശരീരത്തിൻ്റെ വിയർപ്പിലൂടെ വന്ന ദുർഗന്ധം കളയാനാണ്. നമ്മുടെ ശരീരത്തെ നാം സംരക്ഷിക്കുന്നുണ്ട്. അത് എല്ലാ മനുഷ്യരും ചെയ്യും. എക്സ്ട്രാ വളരുന്ന മുടിയെ നമ്മൾ കട്ട് ചെയ്ത് ചീട്ടയാക്കും. അനാവശ്യമായി വളരുന്ന നഖങ്ങളെ വെട്ടി വൃത്തിയാക്കും. നമ്മുടെ ശരീരത്തിന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശരീരത്തിനാണ് 95% ചെയ്യുന്നത്. പലരും യോഗത്തിന് പോലും വരാത്തത് ശരീരത്തെ പോഷിപ്പിച്ച് നിൽക്കുന്നുണ്ട്. ശരീരത്തെ നിർത്തേണ്ടതുപോലെ നമുക്ക് ഒരുക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ഇത് ഓവറായിട്ട് പോകുന്നതാണ്. പലരും അവരുടെ ജീവിതത്തിൻ്റെ നല്ല പങ്ക് ശരീരത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുകയാണ്. എന്നാൽ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് ആത്മാവിന് വിധേയപ്പെടുത്തി ശരീരത്തെ ഒരു അടിമയാക്കി ആത്മാവിൻ്റെ ഇഷ്ടത്തിൽ കൊണ്ടുപോകണം. അതാണ് ആത്മാവിനെ അനുസരിച്ച് പോകുന്നവൻ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുന്നില്ലെന്ന് വായിക്കുന്നത്. നമുക്ക് കഴിയുമെന്നേ. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. 10 തൊട്ട് വായിച്ചാൽ, ഫിലിപ്പിയർ 4:10 തൊട്ട് വായിച്ചാൽ, താഴ്ചയിലിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, സമൃദ്ധിയിലിരിക്കാൻ കഴിയുന്നുണ്ട്, വിശന്നിരിക്കാൻ കഴിയുന്നുണ്ട്, തൃപ്തനാകാൻ കഴിയുന്നുണ്ട്. ശരീരം എപ്പോഴും ശരീരത്തിൽ സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആമാശയം വിശപ്പുണ്ടാക്കും. അത് തലച്ചോറിന് സിഗ്നൽ കൊടുക്കും. അപ്പോൾ വിശക്കും. ഉടനെ നമ്മൾ ഭക്ഷണം അന്വേഷിക്കും. ശരീരം അതിൻ്റെ സിംറ്റം കാണിക്കും. ദാഹം വരുമ്പോൾ അതിൻ്റെ സിംറ്റം തലച്ചോറിന് സിഗ്നൽ കിട്ടും. ഉടനെ നമുക്ക് ദാഹിക്കും, നമ്മൾ വെള്ളം തപ്പും. എന്നാൽ തലച്ചോറും ന്യൂറോൺ സിസ്റ്റവുമായിട്ടുള്ള ബന്ധത്തിൽ തകരാറ് വരുമ്പോൾ വിശപ്പില്ല, ദാഹമില്ല. അവിടെയാണ് അപകടം വരുന്നത്. ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുന്നു, ആ സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കണം. അപ്പോൾ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നതൊക്കെ പോലെ ശരിയായ വിശപ്പിലേക്ക്, ആത്മീക വിശപ്പിലേക്കും ആത്മീക ദാഹത്തിലേക്കും നമ്മൾ നമ്മുടെ ശരീരത്തെ തള്ളിവിടണം. ഉപവാസം, പ്രാർത്ഥന,
ആത്മീക കാര്യങ്ങളിലേക്ക് നാം നമ്മുടെ ശരീരത്തെ വലിച്ചുകൊണ്ട് പോകണം. ശരീരം ഒരു കുറ്റക്കാരനല്ല. ശരീരത്തിന് പാവ ശരീരം, അത് മണ്ണിലോട്ട് ചേരാനുള്ളതാണ്. അതിന് ബുദ്ധിയൊന്നുമില്ല. നമുക്കാണ് ബുദ്ധി. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ വീണ്ടും ജനിച്ച ആത്മാവാണ്. നമുക്ക് നമ്മുടെ ശരീരത്തെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഒരുക്കി റെഡിയാക്കി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ശരീരം ഇടക്ക് പറയും മടിയാണെന്ന്. ഇല്ല, നീ എഴുന്നേക്ക്, രാവിലെ എഴുന്നേക്ക്, 3 മണിക്ക് എഴുന്നേക്ക്, ഇരിക്ക്, പ്രാർത്ഥിക്ക്. അങ്ങനെ ഒരു 4-5 മണി വരെ ഇരുന്ന് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് വ്യായാമം ചെയ്യാൻ പറയുമ്പോൾ ശരീരം പറയും പറ്റില്ല, എനിക്ക് ക്ഷീണമാണ്, അവിടെ ഒരു വേദനയുണ്ട്, ഡോക്ടർ പറഞ്ഞേക്കണം ഇങ്ങനെയാണ്. ഇതെല്ലാം പറഞ്ഞാലും ഡോക്ടർ എന്തെല്ലാം പറഞ്ഞാലും കുറച്ചൊക്കെ വ്യായാമം ചെയ്യാം എന്ന് പറഞ്ഞ് ചെറുതായിട്ട് ചെയ്ത് 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 മൊത്തം എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യരുത്. പിന്നെ കാലുളിക്ക് അവിടെ കിടക്കും. പതുക്കെ ചിലരെന്ത് ചെയ്യും, ജിമ്മിൽ പോയിട്ട്, ട്രെയിനർ ഇല്ലാത്ത ജിമ്മിൽ പോയി യൂട്യൂബിൽ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവിടെ ഇവിടെ ഉളുക്കി പിന്നെ പറയും ഞാൻ ഒരിക്കലും ജിമ്മിലോട്ടില്ല. ജിമ്മിൽ പോയാൽ നല്ലൊരു ട്രെയിനറിൻ്റെ അടുത്ത് പോകണം. നല്ലൊരു ട്രെയിനർ എന്ത് ചെയ്യുമെന്നറിയാമോ? ചെറുതായിട്ട് ചെയ്യിപ്പിക്കും. അത് നമ്മളെ പറ്റിക്കുന്നതല്ല. ചെറുതിൽ നിന്ന് കൺസിസ്റ്റൻസി സ്ഥിരമായി ചെയ്യുമ്പോൾ അത് വലിയ ആരോഗ്യമായിട്ട് വരും. വലിയ വെയിറ്റ് എടുത്ത് ആഴ്ചയിൽ 2 ദിവസം പോയി പൊക്കി പിന്നെ ബാക്കി 5 ദിവസം പോകാതിരിക്കുന്നതിനേക്കാൾ ഒരു 6 ദിവസം ചെറുതായി ചെയ്താൽ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകും. കൂട്ടത്തിൽ അതും പറയട്ടെ, എനിക്ക് നല്ലൊരു ട്രെയിനറിനെ കിട്ടി. ഞാൻ ചെന്നപ്പോൾ ആ ജിമ്മിലുള്ള ഏറ്റവും ചെറിയ എക്സർസൈസ് എനിക്ക് തന്നു. ഏറ്റവും ചെറിയ വെയിറ്റ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. നാളുകൾ അത് മാത്രമേ ചെയ്യിച്ചുള്ളൂ. അറിയാണ്ടൊരു വെയിറ്റ് മാറിയാൽ ഓടി വന്നിട്ട് പറയും നോ, എന്നിട്ട് പറയും മുടങ്ങരുത്. കൺസിസ്റ്റൻസി, സ്ഥിരത. നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോയി. ഞാൻ പോലും അറിഞ്ഞില്ല. ആരോഗ്യമുള്ളവനായി മാറാൻ എനിക്ക് കഴിഞ്ഞു. അതിനു മുമ്പ് ഒത്തിരി ആരോഗ്യ പ്രശ്നമുണ്ടായി. അപ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ തന്നെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നത് ഒരു ദിവസമല്ല, ചെറുതായി തുടങ്ങുക. നല്ലത് ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ അത് ചെയ്യിപ്പിക്കാത്ത ഒരു കാര്യം എൻ്റെ ശരീരത്തിലുണ്ട്. ഞാൻ ആത്മീകനായിട്ട് വളർന്ന് എൻ്റെ ശരീരത്തെ പരിശീലിപ്പിക്കുക. പ്രാർത്ഥനാ ജീവിതം എൻ്റെ ശരീരത്തെ ഞാൻ പ്രാക്ടീസ് ചെയ്യിക്കുക. അതിന് എൻ്റെ കൂടെ ശരീരം ഇരിക്കണം. എൻ്റെ മനസ്സ് പതറിപ്പോരുത്. മനസ്സിനെ ഞാൻ പിടിച്ചടക്കണം. മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ 100 കാര്യം, പല ലോകത്തോട്ടും പോകുമ്പോൾ ഏകാഗ്ര ചിത്തരായി ഇരിക്കണം. കർത്താവിനെ പറയും, തങ്കൽ ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലെല്ലാം ഊടാടി നടക്കുന്നു. അപ്പം എൻ്റെ മനസ്സ് പതറിപ്പോകാതിരിക്കാൻ മനസ്സിനെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് പറയണം, ഇരിക്കേ, ബൈബിൾ വായിക്കേ, പ്രാർത്ഥിക്കേ, പഠിക്കേ. ചെറുതായിട്ട് തുടങ്ങുക. എൻ്റെ ശരീരത്തെ ഞാൻ ട്രെയിൻ ചെയ്യണം. എന്താണ്? മാതാപിതാക്കളെ സഹായിക്കാൻ. ചെറുതായിട്ട് കുടിച്ച ചായ പാത്രം കഴുകി വെക്കുക. അപ്പോൾ തന്നെ അത് കഴുകി വെക്കാൻ അടുക്കളയിൽ പോയി അത് കഴുകി വെക്കുമ്പോൾ അടുക്കളയൊന്ന് കാണും. കഴുകുന്ന സിസ്റ്റം നമ്മുടെ ഉള്ളിൽ വരും. അപ്പോഴാണ് വേറൊരു പാത്രം അവിടെ ഇരിക്കുന്നു, അതും കൂടി ഒന്ന് കഴുകി വെച്ചാൽ എന്താ? അപ്പോഴേക്കും നമ്മുടെ സ്പീഡ് കൂടി. അടുത്ത ദിവസം വേറെ ഒന്ന് കഴുകി വെച്ചു. അമ്മ അതിനൊന്നും അഭിനന്ദനമൊന്നും പറയില്ല. മലയാളി അമ്മ പ്രത്യേകിച്ച്. ഇംഗ്ലീഷ് അമ്മയാണെങ്കിൽ പറയും. നാം നമ്മോട് തന്നെ നന്ദി പറയണം. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ, അടുത്ത ദിവസം 4 പാത്രം കഴുകുക. അങ്ങനെ ആ വീട്ടിൽ ഒരു സിസ്റ്റം നിങ്ങളിൽ ഉണ്ടായി വരികയാണ്. വീട് തൂക്കുക, ഓരോ ദിവസം ഓരോന്നോരോന്നായി കൂട്ടുക. പിന്നീട് നിങ്ങൾക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാകും. നിങ്ങൾ ശ്രേഷ്ഠരായി മാറും. നല്ലത് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഒന്നുമില്ല. നമ്മളതിനെ ട്രെയിൻ ചെയ്ത് ശീലിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിൽ നമുക്ക് പ്ലാൻ വേണം. രാവിലെ എഴുന്നേറ്റിട്ട് എഴുതി വെക്കണം, ഞാൻ ഇന്ന് ഈ ചെറിയ കാര്യം ചെയ്യും. ഒരു 100 ചെറിയ കാര്യം എഴുതി വെക്കുക. 2 വലിയ കാര്യം എഴുതുന്നതിനേക്കാൾ 10 ചെറിയ കാര്യം, 10 ചെറിയ, 100 വേണ്ട, 10 ചെറിയ കാര്യം അന്ന് ചെയ്യുക. അടുത്ത ദിവസം 15 ചെറിയ കാര്യം. ആ ചെറിയ കാര്യങ്ങളാണ് വലുതായി വളരുന്നത്. ഇത് നിങ്ങൾ പരിശീലിക്കുക. ഈ സന്ദേശം നിങ്ങൾ പലവട്ടം കേൾക്കുക.
നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക. വൈകിപ്പോയ നിങ്ങൾക്കും എനിക്കും ഇത് ശീലമാക്കാം. അങ്ങനെ നമുക്ക് വലിയ ജയങ്ങൾ കൊണ്ടുവരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പറ്റുന്നില്ല. നന്മ, ഒത്തിരി കാര്യങ്ങൾ നന്മയായത് ചെയ്യാൻ ആഗ്രഹിച്ചാലും, ഞങ്ങൾ വീടിൻ്റെ അഭിവൃദ്ധിക്ക് ചെയ്യാൻ നോക്കിയാലും അലസതയും മടിയും ഞങ്ങൾക്കുണ്ട്. എന്നാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തിയെ ഞങ്ങളുടെ മേൽ തരണമേ. കൃപ കൊണ്ട് മൂടണമേ. ശക്തനാക്കുന്ന കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഏകാഗ്രമാക്കി ആത്മനിയോഗത്തിലുള്ളതാക്കി ഞങ്ങളെ മാറ്റണം. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ഫിലിപ്പോസും ശിമയോനൊക്കെ യാത്ര ചെയ്തതുപോലെ ഞങ്ങളെയും നിയോഗങ്ങളിലാക്കി തീർക്കണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ പ്രാർത്ഥന വലിയ റിസൾട്ട് കൊണ്ടുവരും. ഈ പഠനം നല്ല റിസൾട്ട് കൊണ്ടുവരും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുണ്ട്. നിങ്ങൾ വരണം. രാവിലെ 8 മണിക്കാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, ശക്തമായ ഒരു ശുശ്രൂഷ. ഇതെല്ലാം നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും കഴിയും. ഗോഡ് ബ്ലസ് യു. ആഴത്തിൽ അങ്ങേ അറിയുവാൻ യേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളം ചുയരുന്നേ. ആഴത്തിൽ ആഴത്തിൽ അങ്ങേ അറിയുവാൻ യേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളം തുടിച്ചുയരുന്നേ. എൻ ദൈവമേ, എൻ സ്വന്തമേ, എൻ യേശുവേ, എൻ ജീവനേ. ആഴത്തിൽ ആഴത്തിൽ അങ്ങേ അറിയുവാൻ യേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളം തുടിച്ചുയരുന്നേ. ആഴത്തിൽ
അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ. ഓ ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളം തുടിച്ചുയരും. എൻ ദൈവമേ, എൻ ദൈവമേ, എൻ സ്വന്തമേ, എന്നേശുവേ